നാളത്തെ കേരളം കെട്ടിപ്പടുക്കാൻ തദ്ദേശത്തിൽ തകർപ്പൻ വിജയം നേടി നിയമസഭയിലെത്തി ഭരണം പിടിക്കുകയായിരുന്നു LDFന്റെ ലക്ഷ്യം. പക്ഷേ രാഷ്ട്രീയ വിഷയങ്ങൾക്കും അപ്പുറം തീവ്രത കൂടിയ വിവാദങ്ങൾ ചർച്ചയായപ്പോൾ LDFന്റെ കണക്കുകൂട്ടലുകൾ മൊത്തത്തിൽ പാളിയൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ്. ശബരിമല വിഷയത്തിൽ വീണ്ടും ഇടതുപക്ഷത്തിന് കൈപൊള്ളി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ചർച്ച ചെയ്ത സ്വർണ്ണപ്പാളി വിവാദം LDFന്റെ വമ്പൻ തകർച്ചയാണ് കാട്ടിത്തന്നത്. തെക്കൻ കേരളത്തിൽ വലിയ തിരിച്ചടി നേരിട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമെന്നറിയപ്പെടുന്ന കൊല്ലത്ത് കോർപ്പറേഷൻ ഭരണം പോയി. തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിലാദ്യമായി കൈവിട്ടു. UDFന് അനുകൂലമായ തരംഗത്തിൽ LDF വോട്ട് ബാങ്ക് ചോർന്നു. ആ വോട്ടുകൾ BJPയിലേക്കും എത്തിയിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണപ്പാളി വിവാദവും കൂടി ചേർന്നപ്പോൾ പരാജയത്തിന്റെ ആഘാതം ഇരട്ടിയായി. അയ്യപ്പന്റെ സ്വർണം കട്ടവരെ സംരക്ഷിക്കുന്ന പാർട്ടിയുടെ നിലപാട് ഇതായിട്ടുള്ള വിധിയെഴുത്താണ്. സംശയം വേണ്ട, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് ആഞ്ഞടിക്കും ഈ തരംഗം. BJP തമ്മിലടിച്ച് നഷ്ടപ്പെടുത്തിയ പന്തളം നഗരസഭ പിടിച്ചെടുത്തത് ഉയർത്തിക്കാട്ടിയാണ് ശബരിമല വിഷയത്തിൽ LDF പ്രതിരോധം. ശബരിമലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശം ഉൾക്കൊള്ളുന്നതാണ് ഈ പന്തളം മുനിസിപ്പാലിറ്റി. അവിടെ ഇപ്പോൾ LDF ജയിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷം ശബരിമല വിവാദം കത്തിച്ചപ്പോൾ ഭരണ നേട്ടങ്ങളിൽ ഊന്നിയായിരുന്നു LDF പ്രചരണം. അതിനിടയിൽ വീണുകിട്ടിയ ആയുധമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലിനെതിരായ പീഡന പരാതികൾ ആഞ്ഞു വീശുകയായിരുന്നു. ഈ പറയുന്ന കോൺഗ്രസിലെ പരസ്യമായി പറയാൻ പറ്റുന്നൊരു കാര്യമല്ല, എങ്കിലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല. ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? പക്ഷേ അതൊന്നും അനുകൂലമായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാകുമെന്ന ഇടത് വിലയിരുത്തലിന് അപ്രതീക്ഷിത തകർച്ചയായി തിരഞ്ഞെടുപ്പ് ഫലം. എന്തുകൊണ്ട് തോറ്റുവെന്നും എങ്ങനെ ജയിച്ചുവെന്നും പഠിക്കുകയാണ് മുന്നണികൾ. മൂന്നാം LDF സർക്കാർ എന്ന ഇടതുപക്ഷ സ്വപ്നങ്ങൾക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം തിരിച്ചടിയാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. T. സരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.